കൺമണി മോളെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. കുറുമ്പ് വാശിയൊന്നും കാണിക്കാൻ പാടില്ല. ഞങ്ങൾ ആരും ഇല്ലാതെ ദൂരോട്ടൊന്നും പോകാനും പാടില്ല, കേട്ടല്ലോ? ആ ഞാൻ ആട്ടിത്തരാം. ഊഞ്ഞാൽ അപ്പുറത്തെ സൈഡില്ല. നീ എന്റെ കൂടെ വാ. ചേച്ചി നമ്മുടെ ഫ്രണ്ട്സിനാരും കാണുന്നില്ലല്ലോ. അവരൊക്കെ ഉടനെ വരുമായിരിക്കും. ആരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. ഓ ഋതു ആയിരുന്നോ? ചേച്ചി അങ്ങോട്ടൊന്ന് നോക്കിയേ. അത് ഋതു അല്ലേ? അതിനെന്താ? അല്ല, അവളുടെ കൂടെ അവളുടെ ബോഡി ഗാർഡിനെ കാണുന്നില്ലല്ലോ. ബോഡി ഗാർഡോ? അവൾക്ക് ബോഡി ഗാർഡൊക്കെ ഉണ്ടോ? പിന്നെ അവളുടെ ബോഡി ഗാർഡിനെ പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. ആര് പറഞ്ഞു ചേച്ചി കണ്ടിട്ടില്ലെന്ന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ. ആരാ അവളുടെ ബോഡി ഗാർഡ്? അവളുടെ മമ്മി തന്നെ. അവളുടെ മമ്മി കൂടെ ഇല്ലാതെ അവൾ എവിടെയെങ്കിലും പോകുന്നത് ചേച്ചി കണ്ടിട്ടുണ്ടോ? ഇപ്പോഴേ എനിക്ക് മനസ്സിലായേ. നിങ്ങളെന്ത് ഇവിടെ? അതെന്താ ഞങ്ങൾക്ക് ഈ പാർക്കിൽ വന്നൂടെ? ഇതാരാ ഉണ്ണിയേട്ടാ? എന്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ. ക്ലാസ്മേറ്റ് ആണെന്ന് പറയാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും നിനക്കില്ലേ? എനിക്ക് നിന്നെ അത്ര വലിയ സ്റ്റാൻഡേർഡ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. നിന്റെ മമ്മി ഇല്ല നിന്റെ കൂടെ? എന്റെ മമ്മി എന്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്കെന്താ? സാധാരണ നിന്റെ മമ്മി നിന്റെ വാല് പോലെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ടല്ലോ. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാൻ താല്പര്യവുമില്ല, സമയവുമില്ല. അതെന്താ നീ ഈ പാർക്കിൽ ബിസിനസ് മീറ്റിംഗിന് വന്നതാണോ? എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് അറിയണ്ടേ? അല്ല ചിന്നു, നിങ്ങൾ തമ്മിലുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? ഇവർ എന്നെ പറ്റിയാണല്ലോ കുറ്റം പറയുന്നേ. എല്ലാത്തിനെയും ഞാൻ ശരിയാക്കുന്നുണ്ട്. കൺമണി നിനക്ക് ഊഞ്ഞാലാടണ്ടേ? വാ. ചിന്നു, ഞാൻ സ്ലൈഡിൽ കയറാൻ പോവാ. നീ വരുന്നുണ്ടോ? ആ, ഞാനും അതിൽ കയറാനാ വിചാരിച്ചേ. ഹലോ. ഇയാളിപ്പോ ഹലോ പറഞ്ഞത് ഞങ്ങളോടാണോ? ഹലോ മക്കളെ, ഞാനൊരു TV പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്നയാ. ടിവിയിലെ പ്രോഗ്രാമോ? അതേ മക്കളെ, ഓണക്കാലയിലായില്ലേ, അതുകൊണ്ട് ഞങ്ങളൊരു ഓണക്കാല ക്വിസ് മത്സരം നടത്താൻ വേണ്ടി ഇറങ്ങിയതാ. എന്റെ ക്രൂ ഉണ്ട്. ആ നിർത്തിയിരിക്കുന്ന വണ്ടി ഉണ്ടോ? അതിനകത്താണ് എന്റെ ക്രൂ മെമ്പേഴ്സ് മൊത്തം ഉള്ളത്. നിങ്ങൾക്ക് ഈ ക്വിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഓക്കെ, എന്നാൽ ഞാൻ 2-3 സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതിനുള്ള ആൻസേഴ്സ് നിങ്ങൾ തന്നാ മതി. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ടോട്ടൽ എത്ര ദിവസമാണ് ഓണം ആഘോഷിക്കാറ്? മിടുക്കി, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മാവേലിയെ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തിയത് ആരാണ്? അത് വാമനൻ. ഓ വെരി ഗുഡ്, ഈ ക്വസ്റ്റ്യന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാമനൻ ഏത് ദൈവത്തിന്റെ അവതാരമാണ്? വാവ്, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും വളരെ പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെ കിട്ടും. ബട്ട് അതിനു മുമ്പ് നിങ്ങൾ 3 ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ഇത്ര പെട്ടെന്ന് ആൻസർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു സെഗ്മെന്റ് കൂടിയുണ്ട്. ഒരു പൈ ഈറ്റിംഗ് കോntest ആണ്. എനിക്കൊന്നും അറിയില്ല. ചില കുഞ്ഞു കുട്ടികളൊക്കെ പശുവിനെ നോക്കിട്ട് പൈ പൈ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പശുവിനെ തിന്നാനോ? ആ അങ്കിളെ, നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ പൈ ഈറ്റിംഗ് കോntest ഉണ്ടെന്ന്. ഓ അതൊരു പലഹാരമാണ് മക്കളെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പശുവൊന്നുമില്ല. എന്റെ അസിസ്റ്റന്റ് അത് ഇപ്പൊ കൊണ്ടുവരും. ഇതാ, ഈ കൊണ്ടുവന്നിരിക്കുന്ന പൈ നിങ്ങൾ രണ്ടാളും കൂടി തിന്നു തീർക്കണം. അങ്കിളെ, ടൈം ലിമിറ്റ് ഉണ്ടോ? നിങ്ങൾ രണ്ടാൾക്കും കൂടി 1 മിനിറ്റ് ടൈം ഉണ്ടാവും. അതിനുള്ളിൽ ഇത് നിങ്ങൾ രണ്ടാളും കൂടി മൊത്തം ഫിനിഷ് ചെയ്യണം. അത് ശരിയാ, ഇത് ഓണ പ്രോഗ്രാം അല്ലേ? അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഓണവുമായിട്ട് റിലേറ്റഡ് ആയ ഡ്രസ്സിൽ ഇടണ്ടേ? പണിവാളിയോ? ഞങ്ങളുടെ സ്പോൺസർ ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗെറ്റപ്പിൽ വന്നത്. നിങ്ങൾക്ക് പ്രൈസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പൈ വേഗം തന്നെ ഫിനിഷ് ചെയ്യണം. അത് പിന്നെ ചോദിക്കാനുണ്ടോ? തുടങ്ങിക്കോ. ഞങ്ങളിത് മൊത്തം ഫിനിഷ് ചെയ്തേ. അങ്കിളെ, അപ്പൊ ഞങ്ങളുടെ പ്രൈസ് ഞങ്ങൾക്ക് എപ്പോ കിട്ടുക? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടും. 1 2 3 4 5 6. അയ്യോ, തലയെന്തിങ്ങനെ വേദനെടുക്കുന്നേ? അയ്യോ, ഇതെന്താ എന്റെ ബോധം പോകുന്ന പോലെ? അയ്യോ ചേച്ചി. സാർ, 2 ബോധം കെട്ട് വേണ്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ചോദിക്കാനുണ്ടോ? 2ന്റെ അടുത്ത് നമ്മുടെ വണ്ടിയിലിട്ടേക്ക്. ഓക്കെ സാർ. വേഗം വാ. ഒന്നിനെ നീ എടുത്തോ. ഞാൻ ചെറുതിനെ എടുക്കാം. പറ്റില്ല, നേരത്തെ ചെറുതിനെ നീ എടുത്തേ. ഇത്തവണ വലുതിനെ നീ എടുത്തോ. ചെറുതിനെ ഞാൻ എടുത്തോളാം. ശരി. ബാക്കി കുട്ടികളും വണ്ടിയിലില്ലേ? ഉണ്ട് സാർ, എല്ലാത്തിനെയും നേരത്തെ തന്നെ ബോധം കെടുത്തി വണ്ടി കെറ്റിട്ടുണ്ട്. എന്നാ വേഗം വാ, നമുക്ക് ഇവിടുന്ന് വേഗം തന്നെ പോണം. മെയിൻ റൂമിലെല്ലാം സെറ്റ് ആയിട്ട് വേണം ഇതിനെല്ലാം എണീപ്പിക്കാൻ. ബോസ് അടുത്ത് നിർദ്ദേശം തരുന്നവരെ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് നോക്കേണ്ടി വരുമല്ലോ. ഇവരെല്ലാം റൂമിലെല്ലാം സെറ്റ് ആയിട്ടുണ്ടാവില്ലേ? എല്ലാ വർക്കേഴ്സും അവിടെയല്ലേ ഉള്ളേ? അപ്പൊ ഈ സമയം കൊണ്ട് തന്നെ അവിടെ എല്ലാം സെറ്റ് ആവേണ്ടതാണല്ലോ. മണിക്കൂർ 3 ഇവിടെ എത്തിയിട്ട്. എന്തൊരു തലവേദനയായിരുന്നല്ലേ. ഞാനിപ്പോ എവിടെയല്ലേ? അയ്യോ, എന്താ ചിന്നോടെ കിടക്കുന്നേ? ഇതാരാ? അയ്യോ, ഇത് മറ്റേയാളല്ലേ? നീ എണീറ്റോ? അവിടെ എവിടെയെങ്കിലും ഒരു മൂലക്ക് വരിക്കൂട്ടി. താനാരാ? ഞങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഒന്ന് വെയിറ്റ് ചെയ്യും. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം കുറച്ച് കഴിയുമ്പോൾ കിട്ടിക്കോളും. ചേച്ചി, അതാരാ എന്നെ വിളിച്ചേ? ചേച്ചി, ഞാനാ ഉണ്ണി. ഉണ്ണി, നീ ഇവിടെ എത്തിയോ? ചേച്ചി, നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ ഇവിടുന്ന് പുറത്തു പോവാ? അല്ല ഉണ്ണി, നീ എങ്ങനെ ഇവിടെ എത്തിയേ? അത് പിന്നെ ചേച്ചിയും ചിന്നുനെയും ഇവരെ പിടിച്ചോണ്ട് വരുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. ഞാനും കൺമണി മോളും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയതാ. അയ്യോ, കൺമണി ഇവിടെ ഉണ്ടോ? ആ ചേച്ചി, കൺമണി ഇവിടെ തന്നെയുണ്ട്. അല്ല, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഓടിയെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് എങ്ങനെ ഇവരെ നിങ്ങളെ പിടിച്ചേ? അത് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ മുന്നിലോട്ട് ഒരാൾ വന്നു. അയാളുടെ കയ്യിൽ
വലിയ കേക്ക് ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ആ കേക്ക് കണ്ടപ്പോൾ കൺമണി ഓട്ടം നിർത്തി. അയാൾ കൺമണിനോട് കേക്ക് വേണമെന്ന് ചോദിച്ചു. അവൾ അപ്പൊ തന്നെ വേണമെന്നും പറഞ്ഞു. കേക്കിന്റെ മുക്കാലും അവൾ അകത്താക്കി. എന്നിട്ടും വയറുമണി പോലെ നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കേക്കിന് പ്രശ്നമൊന്നുമില്ലാന്ന്. എന്നിട്ടോ ഞാനൊരു കുഞ്ഞു കഷ്ണം കേക്ക് എടുത്ത് വെച്ച്. പക്ഷെ ആ കേക്കിന്റെ പീസ് കഴിച്ചതും പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോ ഞാൻ ഇവിടെയല്ലേ. ഇവിടെ വേറെയും കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവരുടെ ആരുടെയും മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഉള്ളിലോട്ട് ഭയങ്കര ഇട്ടാ. പക്ഷെ ഇങ്ങ് മൂലക്ക് നല്ല വെളിച്ചമുള്ളതുകൊണ്ട് നിങ്ങളെ രണ്ടാളും ഞാൻ വേഗം കണ്ടു. ചേച്ചി നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല ഉണ്ണി. ഇവരെന്തിനാ നമ്മളെ കൊണ്ടുവന്നതെന്ന് പോലും എനിക്കറിയില്ല. ചേച്ചി ഇനി ഇവർ വല്ല ഭിക്ഷാടന സംഘത്തിലെ ആൾക്കാരായിരിക്കോ? ചേച്ചി കേട്ടിട്ടില്ലേ കുട്ടികളെ കണ്ണെല്ലാം കുത്തിപ്പൊട്ടിച്ചിട്ട് അവരെ കൊണ്ട് പിച്ചെടുപ്പിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട്? ഉണ്ണി നീ ആളെ പഠിപ്പിക്കല്ലേ. എന്റെ ചേച്ചി തന്നെ പറ, ഇവര് വേറെ എന്തിനാ നമ്മളെ കൊണ്ടുവന്നേ? അത് പിന്നെ എടാ അത് എനിക്കും അറിയില്ല. എന്തായാലും നമ്മുടെ കാര്യം പോക്ക് തന്നെയാ, അതെനിക്ക് ഉറപ്പായി. എടാ നീ കരുനാക്കൊന്നും വളക്കല്ലേ. നീ ആ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചെണീപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ ഈ ചിന്നുവിനെ ഒന്ന് വിളിച്ചെണീപ്പിക്കട്ടെ. ആ ചേച്ചി ഞാനൊന്ന് നോക്കട്ടെ. ചിന്നു എണീക്ക്. എനിക്ക് ചിന്നു, ഇത് നമ്മുടെ വീടല്ല. ഒന്ന് ഉറങ്ങാൻ വിടെ. ചേച്ചിനെ കൊണ്ട് ഭയങ്കര ശരിയാണല്ലോ. അല്ലെങ്കിൽ ഈ കട്ടിലിനൊരു സുഖമില്ല. ഞാനൊന്ന് ഉറങ്ങട്ടേന്നേ. കട്ടില? ഏത് കട്ടില്? എടി ഇത് നമ്മുടെ വീടൊന്നുമല്ല. നീ കിടക്കുന്നത് കട്ടിലല്ല. പിന്നെ നിന്റെ ആ രണ്ട് ഉണ്ടക്കണ്ണെന്ന് തുറന്നു നോക്ക്. അയ്യോ ചേച്ചി നമ്മളെവിടെയാ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മളെ കിഡ്നാപ്പ് ചെയ്തെന്ന് മാത്രം എനിക്കറിയാം. അല്ലടി നമ്മളെ കിഡ്നാപ്പ് ചെയ്തോന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ. അതിന് നീ എന്തിനാ ചിരിക്കുന്നേ? ഞാൻ ഈ സിനിമയിൽ മാത്രമേ കിഡ്നാപ്പ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മളെ ശരിക്കും കിഡ്നാപ്പ് ചെയ്തല്ലേ? കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ മണ്ടബുദ്ധിന്നെങ്കിലും വിളിച്ചേനെ. ചേച്ചിക്ക് അതിന്റെ ത്രില്ല് മനസ്സിലാവായിട്ടാ. അവളുടെ ഒരു ത്രില്ല് അല്ല. നിനക്ക് എണീക്കാൻ പാവൊന്നില്ലേ? എണീറ്റിട്ട് എന്തിനാ? ചേടാ അത് ശരിയാണല്ലോ. എണീറ്റിട്ട് എന്താ കാര്യം? എന്തെങ്കിലും പറഞ്ഞ് ജയിക്കണം. ഇവളുടെ മുന്നിൽ തോക്കുന്ന നാണക്കേടാ. ബാക്കിയുള്ള കുട്ടികളെ എണീപ്പിക്കണ്ടേ? ആ ഇവിടെ ഇനിയും കുട്ടികളുണ്ടെന്ന് ഉണ്ണി പറഞ്ഞേ. ഉണ്ണീനെ മാത്രല്ല കൺമണീനെ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ളേ. അല്ലടി നിനക്ക് കിടന്നു മതിയായില്ലേ? എണീറ്റാട്ടെ. നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തിയേ? ഇതെന്താ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. ആദ്യം നമ്മൾ ഇത്ര ആൾ ഇവിടെ ഇല്ലേ? അതുകൊണ്ട് നമുക്ക് അയാളെ അടിച്ചിട്ട് ഇവിടുന്ന് പോയാലോ? അത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഋഷി. അതെന്താ ആദ്യം നീ അങ്ങനെ പറയുന്നേ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്നേ. ഋഷി ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ഇവിടെ വേറെ ആളുണ്ടാവും. അതുകൊണ്ടാണ് ഇയാൾ അകത്തിരിക്കുന്നത്. ഒരാൾ മാത്രമായിരുന്നെങ്കിൽ അയാൾ ഗേറ്റിന് പുറത്തായിരിക്കണ്ടേ. ഇയാൾ നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നതാ. അഥവാ ഇയാൾ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മറ്റുള്ളവർ ഇടപെടും. അല്ലപ്പോ നീ എന്താ പറയുന്നത്? നമ്മളൊന്നും ചെയ്യണ്ടാന്നോ? ഒന്നും ചെയ്യാതിരിക്കാനല്ല ഞാൻ പറയുന്നത്. തൽക്കാലം നീ കുറച്ചേരത്തേക്ക് വെയിറ്റ് ചെയ്യും. എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഫലം ബാക്കിയുള്ളവരും കൂടി അനുഭവിക്കേണ്ടി വരും. ചേച്ചിയുടെ ഇത് കിടക്കണ്ടല്ലോ. അല്ല നമ്മൾ എല്ലാരും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് എന്താ ശരിക്കും വേണ്ടേ? ഡോ ഈ ഞാനാരാന്ന് നിനക്കറിയോ? നീ ആരായാലും എനിക്കെന്താ? എന്റെ മമ്മി എങ്ങനെ ഇത് അറിഞ്ഞാലുണ്ടല്ലോ. റിതു നീ ഒന്നും മിണ്ടാതെ നിക്ക്. ഇയാളുടെ മുന്നിൽ പേടിച്ചിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇവളിത് നമുക്കും കൂടി പണിയാക്കും ചേച്ചി. ദേ അടങ്ങിയൊരു മൂലക്ക് വരുന്നോ? എന്റെ മമ്മി നാട്ടിൽ അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളിന്ന് വെറുതെ വിടില്ല. നിന്റെ മമ്മിയല്ലേ കൊമ്പത്തെ ആളാണെങ്കിൽ എനിക്കെന്താ? അതിനെല്ലാം മുമ്പേ നീ പരലോകത്തെത്തിയിരിക്കും. അല്ല അയാൾ അവളോട് പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മളെ കൊല്ലുന്നല്ലേ? ആ ഹലോ ബോസ്. ബോസ് ഗെയിമിന്റെ സെറ്റ് ആയോ? ആ സാർ ഇവിടെ കുട്ടികളെല്ലാം എണീറ്റിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ അവരെയും കൊണ്ടുവരാം. എന്ത് ഗെയിമിന്റെ കാര്യം ഇയാൾ പറയുന്നേ? എല്ലാരും വേഗം എന്റെ പുറകെ വരിവരിയായിട്ട് വരൂ. ആരും ഇവിടുന്ന് രക്ഷപ്പെടാനൊന്നും ശ്രമിക്കണ്ട. കാരണം നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഡോ താനെന്തിനാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നേ? ഒന്നും മിണ്ടാതിരി കൊച്ചേ. ബോസിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. പിന്നെ ബാറ്റ്മാന്റെ ഡ്രസ് വലിച്ചേറ്റിട്ടിരിക്കുന്ന ഇയാളല്ലേ നിങ്ങളുടെ ബോസ്? നിനക്ക് വേണമെങ്കിൽ നീ മിണ്ടാതിരിക്കേ. കുറെ നേരം നമ്മൾ ഇവിടെ നിർത്താൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം പോലും ഇവര് പറയുന്നില്ല. നിനക്ക് എന്താ കാര്യം എന്നാണ് അറിയണ്ടേ? ആ അതെ, ഞങ്ങൾ എന്തിനാ വെറുതെ ഇവിടെ നിർത്തിയിരിക്കുന്നേ? ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് ആദ്യം നിങ്ങൾ എല്ലാരും രണ്ടുപേരിലൊരു ഗ്രൂപ്പായി തിരിയണം. അതെന്തിനാ? ബോസ് പറഞ്ഞത് കേട്ടില്ലേ? വേഗം തന്നെ എല്ലാരും രണ്ടുപേരിലെ ഗ്രൂപ്പായി തിരിഞ്ഞാട്ടെ. ആദ്യോട് ചോദിച്ചു നോക്കാം എന്റെ ഗ്രൂപ്പ് ആവോന്ന്. ചേടാ അതിനിടയ്ക്ക് ഇതേവിടെ വന്നു? എന്താ നമുക്കൊരു ഗ്രൂപ്പ് ആവാ. ആ മോനെ നമുക്കൊരു ഗ്രൂപ്പ് ആവാ. ഗ്രൂപ്പ് ആയവരെല്ലാം വേഗം മാറിയിക്ക്. ആ ആവാ മോളെ. ലില്ലി എന്റെ ഗ്രൂപ്പിലാക്കാം. ലില്ലി ഇങ്ങ് വാ, നമുക്കൊരു ഗ്രൂപ്പ് ആവാ. ആ ശരി ചെയ്തു ചേച്ചി, നമുക്കൊരു ഗ്രൂപ്പ് ആയാലോ? എന്നാ അങ്ങനെ ആവാ. ചേടാ അപ്പൊ ഇവിടെ ഈ കുട്ടി മാത്രമേ ബാക്കിയുള്ളൂ. ഏയ് മോളെ ഇനി നമ്മള് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കൊരു ഗ്രൂപ്പ് ആയാലോ? ആ ഏട്ടാ. അപ്പൊ എല്ലാരും ഗ്രൂപ്പായ സ്ഥിതിക്ക് നമ്മുടെ ആദ്യത്തെ ഗെയിം തുടങ്ങാം. ഒന്നും മിണ്ടാതിരിക്കടി. ഇവിടെ ബാക്കിയുള്ളവർക്ക് എന്താ സംഭവം മനസ്സിലായിട്ടില്ല. എന്നിട്ടാണ് അവളുടെ സന്തോഷം. അല്ല എന്ത് ഗെയിമിന്റെ കാര്യം നിങ്ങൾ പറയുന്നേ? നിങ്ങൾ ഇപ്പോൾ ഉള്ളത് കണവ കളിയിലാണ്. ഈ കളി തീരുമ്പോഴേക്ക് ഒരാൾക്ക് മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെടാനാകൂ. അയ്യോ ഇത് മറ്റേ സ്ക്വിഡ് ഗെയിം പോലെയാണോ? സ്ക്വിഡ് ഗെയിം ഒക്കെ നല്ല ഹൈ ബഡ്ജറ്റിൽ നടത്തുന്നതല്ലേ? ഇത് ഞങ്ങൾ ലോ ബഡ്ജറ്റിൽ നടത്തുന്ന കണവ കളിയാ. അല്ല അപ്പൊ ജയിക്കുന്നവർക്ക് കുറെ ക്യാഷ് കിട്ടോ? ജീവൻ കിട്ടുന്നതിന് ഭാഗ്യം കരുതു വെച്ചേ. ഈ കാണുന്ന പഴയ ഗ്യാരേജ് മാത്രമേ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൂ. ഈ വാള് കണ്ടോ? ഇതൊക്കെ ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഈ കോസ്റ്റ്യൂംസ് കണ്ടോ? ഒരാളുടെ അടുത്തുനിന്ന് വാടകയ്ക്ക് എടുത്തിയാ. അയാൾക്ക് ഇന്നേ വരെ ഒരു നയാ പൈസ വാടകയായി തിരിച്ചു കൊടുത്തിട്ടില്ല. നീ എന്തിനാ നമ്മുടെ സീക്രട്ട് ഒക്കെ ഇവരോട് പറയുന്നേ? അല്ല ബോസ്, ഇവരെല്ലാരും തിരിച്ചു വീട്ടിൽ പോയില്ലല്ലോ. എടാ പക്ഷെ ഇവരിൽ ഒരാൾ വീട്ടിൽ പോയില്ലേ? ഓ സോറി ബോസ്, ഞാൻ ആ കാര്യം ഓർത്തില്ല. എല്ലാരും ടീമൊക്കെ സെലക്ട് ചെയ്ത സ്ഥിതിക്ക് ഓരോ ടീമിൽ നിന്നും ഒരാളെ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യും. അടുത്ത റൗണ്ടിലോട്ട് പോകാത്തയാൾ സേഫ് ആയിരിക്കും. നിങ്ങൾ എന്താ
പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എല്ലാരും ഇപ്പൊ രണ്ടാളുള്ള പേരായിട്ടാണല്ലോ ഉള്ളത്. ആ പേരിലുള്ളവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളിൽ ഒരാളുടെ പേര് പറയണം. അവർ ഈ ഗെയിമിന്റെ രണ്ടാം ഘട്ടത്തിലോട്ട് കടക്കും. ആരുടെ പേരാണ് നിങ്ങൾ പറയാത്തത് അവർ സേഫ് ആയിരിക്കും. ഇനി രണ്ടാം ഘട്ടത്തിൽ എത്തിപ്പെടുന്നവർ വീണ്ടും രണ്ടുപേരുള്ള പേരായി നിൽക്കണം. അങ്ങനെ അവസാനം ആരുടെ പേരാണ് പറയുന്നത് അവർ ഈ ഗെയിമിൽ നിന്ന് എലിമിനേറ്റ് ആവും. എലിമിനേറ്റ് ആവുന്നോ? അങ്ങനെ വെച്ചാൽ ഞങ്ങൾ അവരെ കൊന്നുകളയും. എല്ലാരും വേഗം തന്നെ ഗ്രൂപ്പിലുള്ള ഒരാളുടെ പേര് പറയാൻ തുടങ്ങിക്കോ. എനിക്ക് എന്തായാലും ജീവിക്കണം, അതുകൊണ്ട് ലില്ലിയുടെ പേര് പറയാം. ഈ ഗ്രൂപ്പിൽ ലില്ലി. എടി ദുഷ്ടേ, എന്തായാലും ഒരു പേര് പറയണം. അപ്പോൾ പിന്നെ ആ പേര് നിന്റെ തന്നെ ആയിക്കോട്ടെ. ഈ ചതി ഞാൻ ഒരിക്കലും മറക്കില്ല. ഒന്ന് ഡിസ്കസ് പോലും ചെയ്യാതെയാണ് നീ എന്റെ പേര് പറയുന്നേ. വലിയ കാര്യമായി പോയി, നീ മറക്കണ്ട. ദുഷ്ട, അവൾ കൂടെ നിന്ന് ചതിച്ചിരിക്കുന്നു. ലില്ലി, നീ അങ്ങോട്ട് മാറിയിക്ക്. ഓറഞ്ച് കൂടി നീ സേഫ് ആണ്, ഇങ്ങോട്ടേക്ക് വരൂ. ഇനി ബാക്കിയുള്ളവരും വേഗം പേര് പറയാൻ തുടങ്ങിക്കോ. ചേട്ടാ, നമ്മൾ എന്താ ചെയ്യാ? മോളൊരു കാര്യം ചെയ്യും, മോൾ എന്റെ പേര് പറഞ്ഞോ. അയ്യോ, അപ്പൊ ചേട്ടൻ അടുത്ത റൗണ്ടിൽ പോകേണ്ടി വരില്ലേ? നമ്മളിൽ ഒരാൾ എന്തായാലും അടുത്ത റൗണ്ടിൽ പോകണം. അത് ഞാനായിക്കോട്ടെ. നീ ചെറുതല്ലേ, നീ എനിക്ക് എന്റെ അനീതിനെ പോലെയാ. എന്നാലും ചേട്ടാ, ഞാൻ എങ്ങനെയാ ചേട്ടന്റെ പേരൊക്കെ പറയാ? അത് സാരമില്ല മോളെ, ഞാൻ പറഞ്ഞോളാം. അടുത്ത റൗണ്ടിലോട്ട് ഞാൻ പോകും. പൊന്നു സേഫ് ആണ്. ആ ശരി, എന്നാ പിന്നെ മാറിയെന്നോ. ചേട്ടാ, സാരമില്ല മോളെ. നീ കരയണ്ട, എല്ലാം ശരിയാകും. ചിന്നു, മോള് സേഫ് ആയിക്കോ. ഞാൻ എന്റെ പേര് പറഞ്ഞോളാം. അത് വേണ്ട ചേച്ചി, ഞാൻ എന്റെ പേര് പറയാം. വേണ്ട, ഞാനാ നിന്റെ ചേച്ചി, നീയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പേര് പറയാൻ പോവാ. ചേച്ചി വേണ്ട ചേച്ചി, ഞാൻ എന്റെ പേര് പറഞ്ഞോളാം. മോളെ, പറയുന്നെന്ന് കേക്ക്. ഇല്ല, ഞാൻ ചേച്ചിയുടെ പേര് പറയാൻ വിടില്ല. ചിന്നു സേഫ് ആണ്, ഞാനാണ് അടുത്ത ഘട്ടത്തിലോട്ട് പോകുന്നത്. എന്തിനാ ചേച്ചി? മോള് മാറിയെന്നോ, ചേച്ചി അപ്പുറം പോയി നിൽക്കട്ടെ. ഞാനിപ്പോ എന്താ ചെയ്യാ? ഉണ്ണിയേട്ടന്റെ പേര് പറയാം. ഉണ്ണിയേട്ടെ. ദുഷ്ട, ഞാൻ അവളെ സേഫ് ആക്കാൻ വേണ്ടി ഇരുന്നയാ. എന്നാലും അവളെ മനസ്സിലിരിപ്പിക്കാനാണല്ലോ. ഞാൻ സേഫായിന് പോലും. ആഷിക്ക് സേഫാണ്. ഞാൻ അടുത്ത റൗണ്ടിലോട്ട് പോകും. ഇത്ത, അങ്ങക്ക് എന്തെങ്കിലും ആവുക? എനിക്കൊന്നും പറ്റില്ല മോനെ, മോൻ പേടിക്കാണ്ടൊക്കെ. അല്ല, ഇനി എങ്ങനെ പേരാവുക? ഒരാൾ എക്സ്ട്രാ ഇല്ലേ? ഒരാൾ എക്സ്ട്രാ ആയിരിക്കും. ആ എക്സ്ട്രാ അയാള് അടുത്ത ഘട്ടത്തിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കടക്കും. ഉണ്ണി, നമുക്കൊരു ടീമാവാം. ദൈവമേ, ഞാൻ ആരെയാ സെലക്ട് ചെയ്യാ? ആദിലേനെയോ അതോ ഈ കുട്ടീനെയോ? ഋഷിനെ നോക്കുന്നുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഋഷി എന്നെ സെലക്ട് ചെയ്യാനായിരിക്കും. ഋഷി, നീ ആ കുട്ടീനെ സെലക്ട് ചെയ്യും. ഞാൻ അടുത്ത റൗണ്ടിലോട്ട് പൊക്കോളാം. എനിക്ക് എന്താ വേണ്ടെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല ആദി. നീ തൽക്കാലം ആ കുട്ടീനെ സെലക്ട് ചെയ്യും. ശരി ആദി, ഞാനെന്നാ അങ്ങനെ ചെയ്യാം. മോളെ, നമുക്കൊരു ഗ്രൂപ്പ് ആവാം. ശരി ഏട്ടാ. നിങ്ങൾ ഗ്രൂപ്പായോ? ഞാനും ഈ കുട്ടി ഒരു ഗ്രൂപ്പാ. ഞങ്ങൾ രണ്ടാളും ഒരു ഗ്രൂപ്പാ. ഞാൻ ആരുമായിട്ട് ഗ്രൂപ്പല്ല. ശരി, എന്നാ ഒരാളുടെ പേര് പറഞ്ഞോ. ഈ കുട്ടി സേഫ് ആണ്, ഞാൻ അടുത്ത ഘട്ടത്തിലോട്ട് പോകും. മോള് സേഫ് ആണ് കേട്ടോ. താങ്ക് യു ഏട്ടാ, ഞാൻ ഒരിക്കലും മറക്കില്ല. ഉണ്ണി സേഫ് ആണ്, ഞാൻ അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കും. ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ? എനിക്കൊന്നും പറ്റില്ല മോനെ, മോൻ പേടിക്കണ്ട. മഞ്ഞുമുടി, നീ ഇങ്ങോട്ട് മാറിയേക്ക്. മോൻ അങ്ങ് പോയി നിന്നോ. ചേച്ചി, ഇനി എന്തായാലും നിങ്ങൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ റൗണ്ട് നമുക്ക് കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആക്കാം. ഈ റൗണ്ടിൽ രണ്ടാൾ കൂടി ചേർന്ന് ഒരാളുടെ പേര് പറയണം. അല്ലെങ്കിൽ പിന്നെ ഒരാള് അയാളുടെ സ്വന്തം പേര് പറഞ്ഞാലും മതി. ഞാൻ എന്താ ചെയ്യുക? എന്തായാലും എനിക്ക് ആരുടെയും പേര് പറയാൻ കഴിയില്ല. ദൈവമേ, ഞാനിപ്പോ എന്താ ചെയ്യാ? ആദിലത്തെയും ഋഷിച്ചേട്ടനും രണ്ടാളും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാ. സ്വന്തം പേര് പറഞ്ഞാലോ? എന്തായാലും മറ്റവരുടെ ഒന്നും പേര് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അടുത്ത റൗണ്ടിലോട്ട്. ആദി, നിർത്ത്. ഇല്ല ഋഷി, ഞാൻ പറയട്ടെ. ആദി, നിന്റെ പേര് പറയാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഞാൻ എലിമിനേറ്റ് ആയിക്കോളാം. നിങ്ങൾ ഇവരെ രണ്ടാളെയും വെറുതെ വിടണം. ഋഷി, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ആദി, ഐ ലവ് യു. ഇനി എന്തായാലും പറയാൻ എനിക്കൊരു അവസരം കിട്ടില്ല. നിന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് ഇതുവരെയും അറിയില്ല. പക്ഷെ ആദി, ഐ ട്രൂലി ലവ് യു. ഞാൻ ഇപ്പൊ ഈ എടുത്ത ഡിസിഷൻ എന്റെ പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ്. ആദി, നീ കരയാതെ. അയ്യോ, ഈ ഏട്ടനെ അവരെ കൊല്ലുവോ? നീ അവനെ വേഗം എലിമിനേഷൻ റൂമിൽ കൊണ്ടുപോകൂ. ഒറ്റ വെടിക്ക് കാര്യം തീരണം. അത് ഞാൻ ഏറ്റു ബോസ്. ചെക്ക, വേഗന്റെ കൂടെ വാ. ആദി, നീ കരയല്ലേ. നീ കരയുമ്പോഴേ എനിക്ക് കൂടുതൽ സങ്കടാവുന്നേ. എനിക്ക് തന്നെ കാണാനുള്ള ത്രാണിയില്ല ഋഷി. വേഗം നടക്ക്. അയ്യോ ഋഷി, നിങ്ങളെല്ലാരും ആദ്യത്തെ റൗണ്ട് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് കിടക്കാം. ദ്രോഹി, തനിക്ക് മതിയായില്ലേ? പെണ്ണെ, സൂക്ഷിച്ച് സംസാരിച്ചോണോ? പാവ ഋഷിയെ കൊന്നതും പോരാ, എന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നോ? ഇനി നിന്റെ സൗണ്ട് ഉയർന്നാൽ ഈ റൗണ്ടിൽ നിന്നെ ആയിരിക്കും എലിമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ താനൊരു കാര്യം ചെയ്യ്, എന്നെ അങ്ങ് എലിമിനേറ്റ് ചെയ്തോ. എന്തായാലും താൻ ഞങ്ങൾ എല്ലാരെയും കൊല്ലാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നിരിക്കുന്നേ. പിന്നെന്തിനാ താമസിക്കുന്നേ? ചേച്ചി, വേണ്ട ചേച്ചി. ഇവരാദ്യം പറഞ്ഞ നിനക്ക് ഓർമ്മയില്ലേ? നമ്മളിൽ ഒരാൾ മാത്രമേ രക്ഷപ്പെടൂ. പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? അവസാനത്തെ റൗണ്ട് വരെ നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഇവര് പറയുന്നത് പോലെയല്ല ചെയ്യണോ? കരയണ്ട കൺമണി മോളെ, കരയണ്ട, നമ്മൾ രക്ഷപ്പെടും. അതല്ല, എനിക്ക് വിശക്കുന്നു. നിനക്ക് ബിരിയാണി
തരാൻ വേണ്ടിയിട്ടുള്ള കോഴിനെയല്ല കൊന്നേ. ആ ദുഷ്ടന്മാരെ ഋഷിച്ചേട്ടനെ വെടിവെച്ച് കൊന്നതാ. എന്നിട്ട് അവൾ കരയുന്നു. അവൾക്ക് വിശക്കുന്നുണ്ട് പോലും. അവളെ ആശ്വസിപ്പിക്കാൻ പോയി എന്നെ വേണം പറയാൻ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ റൗണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും. ഈ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്നവരെ ഞങ്ങൾ ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യുന്നതായിരിക്കും, അതും എല്ലാവരുടെ കൺമുന്നിൽ വെച്ച്. എന്തായാലും ഈ റൗണ്ട് കളിക്കാൻ ഞാനില്ല. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. അസിസ്റ്റന്റ്, എന്നാ പിന്നെ ഒട്ടും താമസിക്കണ്ട. അയ്യോ ഇത്താ, എന്താ വാള് വെച്ചിട്ട് കുത്തിക്കൊല്ലാനാണോ? ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. കാരണം നിങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. അതിന് വേഗം തന്നെ അങ്ങ് തീർത്തേക്ക്. ഓക്കെ ബോസ്, ഞാൻ ഇപ്പൊ തന്നെ തീർത്തേക്കാം. ഇത്താ എണീക്കിത്താ, കരയല്ലേ ആഷി. ഇത്താ എണീക്കിത്താ, ആഷി വിളിക്കുന്നേ. എങ്ങനെങ്കിലും എനിക്ക് ജയിച്ചു പറ്റൂ. ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും തോപ്പിക്കണം. എന്നാൽ എനിക്ക് അവസാനത്തെ റൗണ്ടിൽ ഇവിടുന്ന് പുറത്തു കിടക്കാം. ചേച്ചി, ഇയാൾ എല്ലാരും കൊല്ലോ? അറിയില്ല ചിന്നു. ഇവരെല്ലാം ഒരു പാഠം പഠിച്ചെന്ന് തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഇവളുടെ ഈ ഡെഡ് ബോഡി ഇവിടുന്ന് കൊണ്ടുപോയിക്കോ. ശരി ബോസ്. നമ്മുടെ ആൾക്കാർ പുറത്തുണ്ടല്ലോ. ഉണ്ട് ബോസ്, നമ്മുടെ 2 ആൾക്കാർ പുറത്തു വെപ്പുണ്ട്. ശരി, എന്നാ നീ വേഗം പോയിട്ട് വാ. അപ്പോൾ പറഞ്ഞാലും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് ആരംഭിക്കാൻ പോവുകയാണ്. ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റൗണ്ടിൽ 2 പേര് എലിമിനേറ്റ് ആവേണ്ടതാണ്. പക്ഷെ ഒരാൾ കളിക്കുന്നതിന് മുന്നേ എലിമിനേറ്റ് ആയ സ്ഥിതിക്ക് ഇനി ഒരാൾ കൂടി എലിമിനേറ്റ് ആവണം. ഞാൻ എന്തായാലും എലിമിനേറ്റ് ആവാൻ പോകുന്നില്ല. ഞങ്ങളെപ്പോൾ പ്രോപ്പർട്ടീസ് ഒക്കെ ഇപ്പൊ അറേഞ്ച് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ആർക്കും അടുത്ത റൗണ്ട് എന്താണെന്ന് അറിയാൻ താല്പര്യമൊന്നുമില്ലേ? അയ്യേ, ബോളാ. ഇതെന്താ ഈ റൗണ്ടിൽ ബോൾ പാസ് ചെയ്ത് കളിക്കുന്ന ഗെയിമാണോ? ആഹാ, കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചല്ലോ. അയ്യേ, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു. നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലേ ഇത് ഞങ്ങൾ ലോ ബഡ്ജറ്റിൽ ചെയ്യുന്ന കളിയാണെന്ന്. നിങ്ങൾ എല്ലാരും വേഗം ഒരു സർക്കിൾ ഫോം ചെയ്ത് തന്നാട്ടെ. വേഗാവട്ടെ. ഗെയിമിന്റെ റൂൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ അസിസ്റ്റന്റ് ഇപ്പോൾ നിങ്ങളിൽ ഒരാൾക്ക് ബോൾ തരും. എന്നിട്ട് ഈ ബോൾ കിട്ടിയ വ്യക്തി അതിനടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ബോൾ പാസ് ചെയ്യേണ്ടതാണ്. എന്റെ ഈ അസിസ്റ്റന്റ് നിങ്ങൾക്ക് ഈ ബോൾ പാസ് ചെയ്തതിനു ശേഷം തിരിഞ്ഞു നോക്കുന്നതായിരിക്കും. അതിനുശേഷം അവൻ എപ്പോഴാണ് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നത് ആ സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ആ സമയം ബോൾ ആരുടെ കയ്യിലാണ് ഉള്ളത് അയാൾ സേഫ് ആയിരിക്കും. അങ്ങനെ ഏറ്റവും അവസാനം ആരുടെ കയ്യിലാണ് ബോൾ ഇല്ലാത്തത് അയാളായിരിക്കും എലിമിനേറ്റ് ആവുന്നത്. കളിയുടെ ഇടയ്ക്ക് കള്ളത്തരമൊന്നും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കള്ളത്തരം എന്തെങ്കിലും കാണിച്ചാൽ അയാൾ ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്താ, തുടങ്ങുമല്ലേ? അസിസ്റ്റന്റ് വേഗം ആ ബോൾ അവർക്ക് കൊടുത്തോളൂ. ശരി ബോസ്. ഇതാ പിടിച്ചോ. അയ്യോ, ഞാനോ? ഞാനിപ്പോ നിന്നോട് ഈ ബോൾ പിടിക്കാനാ പറഞ്ഞേ, അല്ലാതെ നിന്നെ കൊല്ലുന്നൊന്നല്ല. ഇങ്ങ തന്നെ. എന്നാ തുടങ്ങിക്കോ. അയ്യോ, വേഗം തന്നെ ബോൾ പാസ് ചെയ്യാം. ഹായ്, അയാൾ തിരിഞ്ഞു നോക്കി. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. നീ സേഫാണ്, നിനക്ക് അങ്ങോട്ട് മാറി വെക്കാം. ഇതാ ഈ ബോൾ നീ പിടിച്ചോ. യെസ്, അങ്ങനെ ഞാൻ സേഫായി. എല്ലാരും ശരിക്കുള്ള റൗണ്ടിൽ നിന്നാട്ടെ. അയാൾ തിരിഞ്ഞു വന്നു. നീ വേഗം ബോൾ പാസ് ചെയ്തോ. ആഷി, നീ സേഫായി. ബോൾ എനിക്ക് തന്നെ. എന്നിട്ട് നീ അങ്ങ് മാറിയെന്നോ? പൊന്നു, അയാൾ തിരിഞ്ഞു വന്നു. നീ സേഫാ. ശരിക്കും? അതെ പൊന്നു, നീ സേഫാണ്. അപ്പോൾ നിങ്ങൾ 2 ഒരാളാണ് എലിമിനേറ്റ് ആവാൻ പോകുന്നത്. അയ്യോ, അപ്പൊ ഞാനാണ് എലിമിനേറ്റ് ആവുന്നേ? അസിസ്റ്റന്റ്, അറിയാലോ, അങ്ങ് കൊണ്ടുപോയേക്ക്. ഓക്കെ ബോസ്. വാ എന്റെ കൂടെ. ഇല്ല, ഞാൻ വരില്ല. മര്യാദക്ക് എന്റെ കൂടെ വരാനാ പറഞ്ഞേ. ഇല്ല, ഞാൻ വരില്ല. പിടിച്ചു കൊണ്ടുപോകാൻ എനിക്കറിയാം. നടക്കങ്ങോട്ട്. നിങ്ങൾ എല്ലാരും ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്. ഞങ്ങൾ അടുത്ത റൗണ്ടിന് വേണ്ടി സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് വരാം. വല്ല മുട്ടായി വർക്കലായിരിക്കും. ഇവരുടെ ഒരു റേഞ്ച് വെച്ചിട്ട് ഇനി അടുത്ത മത്സരം അത് തന്നെയായിരിക്കും. നിങ്ങൾ എല്ലാരും എന്തായാലും വിശന്നിരിക്കായിരിക്കും അല്ലേ? അടുത്ത റൗണ്ട് ഒരു തീറ്റി മത്സരമാണ്. എന്തായാലും നിങ്ങൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്. ഞാൻ അപ്പുറം മാറി ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ആ ദുഷ്ടന്മാർ നമ്മൾ എല്ലാരെയും കൊന്നുകളയും. പക്ഷേ ചേച്ചി, നമ്മൾ എങ്ങനെ രക്ഷപ്പെടുക? ഇവിടെ അകത്ത് ആ ബോസും അയാളുടെ അസിസ്റ്റന്റ് മാത്രമല്ലേ ഉണ്ടാകൂ. പുറത്ത് കൂടിപ്പോയാൽ 1-2 കാവൽക്കാരും ഉണ്ടാവും. എന്നാലും നമ്മൾ എങ്ങനെ രക്ഷപ്പെടുക? അത് ചേച്ചി പറഞ്ഞില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവരെ ആക്രമിക്കാം. നമ്മൾ കുറെ പേരില്ലേ? അല്ല ചേച്ചി, എന്നാലും അതൊക്കെ നടക്കുവോ? എങ്ങനെയെങ്കിലും നമുക്ക് നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മളിൽ ഒരാളെ ഒഴിച്ച് ബാക്കി ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എന്റെ ഇത്തക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. ആഷി, നിന്റെ ഇത്തേനോടും ഋഷിച്ചേട്ടനോടും ലില്ലിനോടും ഒക്കെ അവർ ചെയ്തതിന് നമുക്ക് പകരം ചോദിക്കാം.
അല്ല ചേച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്ത് പ്ലാൻ ഉണ്ടാവാനാ? ഒന്നും ചിന്തിക്കാതെ കയറി ചെന്ന് കൊടുക്ക്. എന്നിട്ട് വേണം എല്ലാരും കൂടി അവർ എലിമിനേറ്റ് ചെയ്യാൻ. എന്നാ പിന്നെ നീ ഒരു ഐഡിയ പറഞ്ഞ. നിങ്ങൾ ഇപ്പൊ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ശുദ്ധ പൊട്ടത്തരാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അവർ സൈക്കോകളാന്ന് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ? എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ പോലും ഇല്ലാതെ അവർ അറ്റാക്ക് ചെയ്യാന്ന്. അവരെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോയാൽ നിങ്ങളെല്ലാം അവർ എലിമിനേറ്റ് ചെയ്യും. അതെന്താ ഞങ്ങളെല്ലാരും എലിമിനേറ്റ് ചെയ്യുന്നത്? അതെന്താ നിന്നെ എലിമിനേറ്റ് ചെയ്യില്ലെന്നാണോ? നിങ്ങളോരോ പൊട്ടത്തരെല്ലാം കാണിച്ചു വെച്ചാൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടെന്ന് കരുതി അവർ എന്നെ എലിമിനേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. മണ്ടത്തരം കാണിക്കാണ്ടിരിക്കെ. ചേച്ചി ഇവള് പറയുന്നതിലും കാര്യമില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. മനസ്സിലാക്കാൻ ഇനി എന്താ ബാക്കിയുള്ളേ? അവര് പറയുന്ന പോലെ ചെയ്യാം. അല്ലാതെ വേറൊരു ഓപ്ഷനും നമുക്ക് മുന്നിലില്ല. എല്ലാരും ഇവിടെ ഉണ്ടോ? എങ്കിൽ പിന്നെ എല്ലാരും അങ്ങ് മാറിയിക്ക്. അസിസ്റ്റന്റ് പ്രോപ്പർട്ടി കൊണ്ടുവരൂ. ഇതാ ബോസ്, ഞാൻ പ്രോപ്പർട്ടി കൊണ്ടുവന്നു. എങ്കിലൊന്ന് നിലത്ത് വെക്ക്, അവര് കാണട്ടെ. എടി നിനക്ക് മണ്ണിരയെന്നെല്ലാം കണ്ടിട്ട് നൂഡിൽസ് ആയിട്ട് തോന്നുന്നേ? അല്ല അപ്പൊ ഇതാണ് ഞങ്ങൾ കഴിക്കണ്ടേ? അതെ, ഇത് നിങ്ങൾ മുഴുവൻ കഴിച്ചു തീർക്കണം. ഈ ഒരു ബോൾ ഞങ്ങൾ എല്ലാരും ചേർന്ന് കഴിച്ചാൽ മതിയായിരിക്കും അല്ലേ? ഒരു ബൗളോ? നിങ്ങൾ എല്ലാവർക്കും ഓരോ ബൗൾ വെച്ചിട്ടുണ്ട്. ഇവളെന്താ ഇത്രയും ദിവസം പട്ടിണിയായിരുന്നോ? മണ്ണിരയെന്നെല്ലാം തിന്നാൻ അങ്ങോട്ട് പോയിട്ട് പറയുന്നു. കൺമണി, നിനക്കെന്താ വിശന്ന് പ്രാന്തായോ? ഞാൻ പോയി കഴിച്ചിട്ട് വരട്ടെ. വിശന്നിട്ട് വയ്യ. എന്തായാലും ഇത് മൊത്തം ഫിനിഷ് ചെയ്യണം. എന്നാ തുടങ്ങട്ടെ. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതിങ്ങനെയൊന്നല്ലല്ലോ വേണ്ടേ. പേടിച്ചിട്ട് കരയുന്നല്ലോ വിചാരിച്ചപ്പോൾ ഇതെന്താ ഇങ്ങോട്ട് വന്ന് ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നേ? നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ. ആ ബൗൾ ഇത്ര പെട്ടെന്ന് കാലിയായോ? ബോസേ, ഇവൾ ഇത്ര പെട്ടെന്ന് ഫിനിഷ് ചെയ്തല്ലോ. അങ്കിളെ ഇനിയുണ്ടോ? ബോസേ, ഇതിന് വിശന്ന് ഭ്രാന്തായി തോന്നുന്നേ. നീ അതിനെ പിടിച്ച് മാറ്റി നിർത്തിയാട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ബോളിലെ മണ്ണിരനെ കൂടെ അവളുടെ അടുത്ത് നിന്നളയും. ഓക്കെ ബോസ്. പെണ്ണെ, നീങ്ങ മാറി നിന്നട്ടെ. അയ്യോ, മണ്ണിരനെ നൂഡിൽസ് ആന്ന് പറഞ്ഞ് നിന്നിരിക്കുന്നു. ഇനി അടുത്തത് ആരാണ് വരുന്നത്? എന്താ ആരും അനങ്ങാത്തെ? അടുത്തതായി ആരാന്ന് വരുന്നേന്ന്? ബോസേ, ആരും അനങ്ങുന്നില്ലല്ലോ. ആരും മുന്നോട്ട് വരാത്ത സ്ഥിതിക്ക് ഞാൻ ഒരാളെ കാണിക്കാം. ഓറഞ്ച് പൊടി, നീങ്ങ വാ. ഞാനാ? രക്ഷപ്പെട്ട്. അവള് മണ്ണിരനെ തിന്നുന്നത് എനിക്കൊന്ന് കാണണം. എന്താ വിളിച്ചത് കേട്ടില്ലേ? ഞാൻ വരുന്നു. കാണുമ്പോ തന്നെ അറപ്പാവുന്നു. തിന്നില്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും. ഞാൻ എന്താ ചെയ്യാ? പണ്ട് ജപ്പാനിലെ ട്രിപ്പ് പോയപ്പോൾ അവിടുത്തെ സൂഷി ഞാൻ കഴിച്ചതല്ലേ. സൂഷി എന്ന് പറയുമ്പോൾ പച്ചമീനല്ലേ? അന്ന് ഞാനത് കഴിച്ചെങ്കിൽ ഇന്ന് എനിക്കിതും കഴിക്കാം. എന്തൊരു വൃത്തിയായിട്ട് ടേസ്റ്റ് ചെയ്തിന്റെ. കഴിക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. തീർന്നു. എന്റെ കഴിഞ്ഞു. ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയോ? എന്നാ മാറിയേക്ക്. ഇനി അടുത്തതായിട്ട് ആ രണ്ടു ഭാഗവും മഞ്ഞ് കെട്ടി വിട്ടിയരൂ. നീ തന്നെ. ദൈവമേ, പെട്ടല്ലോ. കാണുമ്പോ തന്നെ ശ്രദ്ധിക്കാൻ വരുന്നു. എന്നാ തുടങ്ങിക്കോ. തുടങ്ങാനോ? എന്തൊരു വൃത്തിയായിട്ട് ടേസ്റ്റാ. ഛർദ്ദിക്കാനും വരുന്നു. എന്നെ കൊണ്ട് തിന്നാൻ കഴിയില്ല. കഴിയില്ലാന്നോ? കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ എലിമിനേറ്റ് ചെയ്യും. അയ്യോ, ഇപ്പൊ ഞാൻ ഛർദ്ദിച്ചു പോയല്ലോ. അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒന്നും നോക്കണ്ട, അവളെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞേ. അയ്യോ, അയ്യോ, എന്നെ കൊല്ലല്ലേ. വാ എന്റെ കൂടെ. ഇല്ല, ഞാൻ വരൂല. മര്യാദക്ക് വരാനാ പറഞ്ഞേ. ഇല്ല, ഞാൻ വരില്ല. വാടി ഇവിടെ. ചിന്നു, 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 ചിന്നു. ഇയാളെവിടെ പോയി? ഇതെന്താ? നാലമ്മയോ? ഇയാളെവിടെ പോയി? ചിന്നു, നാലമ്മമാരെ എന്നെ വിളിക്കുന്നു. ചിന്നു, എണീക്കാൻ. എണീക്കാനല്ലേ പറഞ്ഞേ? വേഗം എണീക്കേ. നിന്നോടല്ലേ പറഞ്ഞ എണീക്കാൻ? എണീക്കാനോ? ഇതെന്തല്ലേ ഇവിടെ നടക്കുന്നേ? ഇത്രയും വിളിച്ചിട്ട് എന്തെങ്കിലും നടക്കുണ്ടോ നോക്കി. അല്ല, കാട്. നിനക്ക് എണീക്കാനൊന്നും ആയില്ലേ? കണവകളിയോ? പോയി കണക്കിന്റെ പരീക്ഷ ചെയ്ത് നോക്കുവണ്ണേ. 8 മണിയായി. എപ്പോ തൊട്ട് ഞാൻ വിളിക്കുന്നയാ? അതെങ്ങനെയാ? 4 അക്ഷരം പഠിക്കാനുള്ള സമയത്ത് ഓരോ വീഡിയോ കണ്ടിരുന്നോളൂ. മര്യാദക്ക് വേഗം എണീറ്റോ. Like, share and subscribe if you like my videos.